ഹലോ, ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ. ടപ്പെന്ന് വർക്കെല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകാനുണ്ട്. ഡിസംബർ എൻ്റെ ഫേവറേറ്റ് മന്താണ്. ഞാനൊരു ഡിസംബർ കിഡാണ്. പക്ഷേ ഇപ്പോൾ അത് മാത്രമല്ല കേട്ടോ റീസൺ. എന്താ പറയുക, എന്നെ പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള നമ്മുടെ വെരി ക്ലോസ് ടു മൈ ഹാർട്ട് എന്നൊക്കെ പറയാവുന്ന രണ്ട് പേരുടെ ഉണ്ട് ഡിസംബർ കിഡ്സ്. ചെസ് നമ്പർ 1 ഞാനായിരുന്നു. എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു പോയി. ചെസ് നമ്പർ 2ൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, ഡിസംബർ 16. സോ ആളെ കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ്ങിന് പോവാണ്. ആര് വരുന്നുണ്ടോ? ഉണ്ടോ? ആര് കേക്ക് കട്ട് ചെയ്യുമ്പോൾ എന്താ പറയാ അച്ഛനോട്? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇപ്പോൾ ആളെ പിടികിട്ടിയില്ലേ? ആര് വിഷ് ചെയ്ത പോലെ ഇന്ന് അവൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ആളെ നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ. നമ്മൾ ഈ പ്രഗ്നൻ്റൊക്കെ ആയിരിക്കുമ്പോഴേ ഫസ്റ്റ് ടൈം മദേഴ്സൊക്കെ ആകുമ്പോൾ പെൺകുഞ്ഞുങ്ങളോടാകും ഒരിത്തിരി ഇഷ്ടം കൂടുതൽ. മെയിൻ റീസൺ അവരെ ഇങ്ങനെ അണിയിച്ചൊരുക്കി കൊണ്ട് നടക്കാമല്ലോ. അവരുടെ ഡ്രസ്സ്, ആക്സസറീസ്, ഇതിനോടൊക്കെ നമുക്കൊരല്പം കൗതുകം കാണും. ബട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനേക്കാൾ ടൈമും എഫേർട്ടും ഒക്കെ വേണ്ടത് ഈ ബോയ്സിന് ജസ്റ്റ് ഒരു പാൻറ് ഷർട്ടോ ഇട്ട് കൊടുക്കാനായിരിക്കുമെന്നാണ്. ആരുവിന് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഓപ്ഷൻസ് കൊടുക്കാറുണ്ട് കേട്ടോ. 2 വയസ്സാണെങ്കിലും അവൻ്റെ സെലക്ഷനും ഒപ്പീനിയനും ഒക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസും കൊടുക്കാറുണ്ട്. ഇത് ആക്ച്വലി അവൻ സെലക്ട് ചെയ്ത ഡ്രസ്സാണ്. ബട്ട് ഇട്ട് വന്നപ്പോൾ എനിക്കെന്തോ അങ്ങ് വർക്കായില്ല. പതിയെ പുള്ളിയെ കൺവിൻസ് ചെയ്ത് ഞാൻ ആ ഡ്രസ്സ് അങ്ങ് ചേഞ്ച് ചെയ്തു. ഈ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളെക്കാട്ടിലും കുഞ്ഞുങ്ങൾ ഭയങ്കര ഡിമാൻഡിങ് ആണ്. ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഒരു കാരണമില്ലാതെ വാശി പിടിക്കുന്ന ഒരു ഏജാണല്ലോ ഇത്. ഇതാണ് ചെസ് നമ്പർ 3, നെക്സ്റ്റ് ഡിസംബർ കിഡ്. ആക്ച്വലി ഞാൻ ക്യാമറ സെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഓടിയതാണ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്ന് കാണിക്കുന്ന പ്രഹസനമാണിത്. ഇനി കൂടുതൽ ലേറ്റ് ആക്കാതെ നമുക്ക് ഇറങ്ങാം. ഇത് വലിയ ഫംഗ്ഷനൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്, അത് കഴിഞ്ഞ് എല്ലാവരുടെ പുറത്ത് പോയൊരു ഡിന്നർ, അത്രയേ ഉള്ളൂ. എവിടെ നിന്നാലാ നല്ല ഫോട്ടോസും വീഡിയോസും കിട്ടുക എന്ന ചർച്ചയിലാണ് ഞങ്ങൾ. കേക്ക് അങ്ങോട്ട് വയ്ക്കുന്നു ഇങ്ങോട്ട് വയ്ക്കുന്നു, മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഇത് അഗീൻ്റെ ചേച്ചിയാണ് കേട്ടോ. ഹേ സൂം ചെയ്തേ. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇഹാൻ. ഇതിവൻ്റെ 4th ബർത്ത്ഡേ ആണ്. ഈ 4ാം വയസ്സിലെ നട്ടപ്രാന്തേ അത് അവസാനിപ്പിക്കാൻ പുള്ളിക്ക് വല്ല പ്ലാനും ഉണ്ടോ എന്നാണ് ഞങ്ങളുടെ ആലോചന. എന്നാൽ പിന്നെ മ്യൂസിക് ഇടാം അല്ലേ? പുള്ളിയെ ഇച്ചു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇച്ചു ഞാനും നല്ല കൂട്ടാട്ടോ. എൻ്റെ മാരേജ് കഴിഞ്ഞ് ഫ്യൂ മന്ത്സ് കഴിഞ്ഞാണ് അവൻ ജനിക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പ് ലേബർ റൂമിന് മുന്നിൽ അവനെ വെയിറ്റ് ചെയ്തതും അവനെ വീട്ടിലേക്ക് വെൽക്കം ചെയ്തതൊക്കെയാണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത്. ആക്ച്വലി അവൻ ജനിച്ച ടൈമിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അവനെ കൊണ്ട് എന്നെ എന്ത് വിളിപ്പിക്കണം എന്നായിരുന്നു. കുറേ പേരുകൾ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോയെങ്കിലും ഈ മാമൻ മാമി എന്ന പോസ്റ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ തോന്നി. എന്നാൽ പിന്നെ അത് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി. അവൻ്റെ കുസൃതിയും കുറുമ്പുകളും ഡിസ്കസ് ചെയ്യാത്ത രാത്രികൾ എനിക്കും അഗിക്കും ഇടയിൽ ഉണ്ടാവാറില്ല. ഇതേ അറ്റാച്ച്മെൻറ്റ് പുള്ളിക്ക് തിരിച്ചുകൊണ്ട് കേട്ടോ. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 100 തവണയെങ്കിലും ആ മാമി വിളി കേൾക്കാം. നമ്മൾ ഗിഫ്റ്റ് ചെയ്തത് ഒരു വാച്ചാണ് കേട്ടോ. മക്കൾസിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്നത് ഞാൻ 2 മാസം മുന്നേ ആലോചിച്ച് തുടങ്ങും. ആൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ. പുള്ളിയുടെ മുഖത്ത് ആ ക്യൂരിയോസിറ്റിയും അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ്സും കണ്ടോ. ഇത് വല്ലാത്തൊരു കിക്ക് തന്നെയാണ്. ആൾക്ക് എന്തായാലും ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു. അതിട്ടിട്ടുള്ള 2 റൗണ്ട് ഷോ ഓഫാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുന്നത് കാലിക്കറ്റ് പരിവാർ റെസ്റ്റോറൻറ്റിലേക്കാണ്. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ഏകദേശം സിറ്റിയുടെ സെൻട്രൽ തന്നെയാണ് ലൊക്കേഷനെങ്കിലും കുറച്ചൊരു പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ആയിരുന്നു. ഈ സ്നേഹം കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഓ എന്നാ ഒത്തൊരുമേ. നോ വേ, ഇതിപ്പോൾ ഫ്യൂ ഡേയ്സ് കാണാതെ കണ്ടപ്പോഴുള്ള സ്നേഹമാണ്. കുറച്ചധികം ടൈം ഒന്നിച്ച് നിൽക്കുമ്പോൾ കേൾക്കാം ആ പൊട്ടലും ചീറ്റലും ഒക്കെ. ഈ ഫാമിലി ടൈം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. പറഞ്ഞതുപോലെ നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല ഫുഡും ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് ഒരു 10 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇയാളെ കണ്ടത്. ഇതൊരു മുള്ളമ്പന്നിയാണ് കേട്ടോ. വീഡിയോ ക്ലിയർ ആകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ നേരിട്ട് കാണുന്നത്. ആരും കൂടുതൽ കാണാമല്ലോ എന്ന് കരുതി ഞങ്ങൾ കുറച്ചധികം നേരം അതിനെ ഫോളോ ചെയ്തു.
അത്യാവശ്യം നല്ല വലുതായിരുന്നു കേട്ടോ ആള്. പുള്ളിയോടുകൂടി ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് വിട്ടു. സോ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.